വീണ്ടും ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയതോടെ ഇറാനുമായുള്ള യുദ്ധം ഏതാണ്ട് അവസാനിക്കാറായെന്ന പ്രഖ്യാപനവുമായി ഡൊണാൾഡ് ട്രംപ് 2 ദിവസത്തിനുള്ളിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടത്തും. അതിനിടെ യുദ്ധവിരുദ്ധ നിലപാട് സ്വീകരിച്ച ലിയോ 14 മാർപ്പാപ്പയെ വിമർശിക്കുന്നു ഡൊണാൾഡ് ട്രംപ് വീണ്ടും. ഇറാൻ യുദ്ധം ഇനി അധികം നീളില്ലെന്ന സൂചനയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റേത്. 2 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാനിൽ ഇറാൻ അമേരിക്ക ചർച്ചകൾക്ക് തുടക്കമാകും. ചർച്ചകൾക്ക് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ നേതൃത്വം നൽകും. നിലവിൽ ഇരു രാജ്യങ്ങളും യുറേനിയം സമ്പുഷ്ടീകരണ വിഷയത്തിൽ ധാരണയായെങ്കിലും കാലാവധിയുടെ കാര്യത്തിലാണ് തർക്കം. ഹോർമൂസ് കടലിടുക്ക് ഉടനടി തുറക്കണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. ഇറാനിയൻ തുറമുഖങ്ങൾക്കു നേരെയുള്ള അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇറാനിയൻ തുറമുഖങ്ങളിലൂടെ ഒരു കപ്പലും കടന്നുപോയിട്ടില്ലെന്ന് അമേരിക്കൻ സേന വ്യക്തമാക്കി. ഉപരോധത്തിനെതിരെ ചൈന രംഗത്തെത്തി. അതേസമയം തുടർ ചർച്ചകൾക്ക് ധാരണയായെങ്കിലും തെക്കൻ ലെബനോനിൽ വെടിനിർത്തലിന് ഇസ്രയേൽ തയ്യാറായില്ല. ഇന്നലെ വാഷിംഗ്ടണിലായിരുന്നു ഇസ്രയേൽ ലെബനോൻ ചർച്ച. ഇസ്രയേലുമായുള്ള പ്രതിരോധ സഹകരണ കരാർ താൽക്കാലികമായി നിർത്തിവച്ചതായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രഖ്യാപിച്ചു. ലെബനോനിൽ UN-ലെ ഇറ്റാലിയൻ സൈനികർക്കെതിരെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളെ പ്രതിഷേധിച്ചാണ് നടപടി. യുദ്ധവിരുദ്ധ നിലപാട് സ്വീകരിച്ച ലിയോ 14 മാർപ്പാപ്പയ്ക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഇന്നും രംഗത്തെത്തി. ഇറാനിൽ ആയിരങ്ങളെ ഭരണകൂടം കൊലപ്പെടുത്തിയ കാര്യങ്ങൾ പോപ്പിനെ ആരെങ്കിലും അറിയിക്കണമെന്ന് ട്രംപ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.